അൻസാറുകളായ സഹാബാക്കൾ പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ തന്നെ ഇസ്ലാം സ്വീകരിച്ചവരാണ്. പിന്നീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിലെത്തുന്നത്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബാക്കളാണ് ആദ്യമായി മദീനയിലെത്തിയത്, ഇസ്ലാം പ്രചരിപ്പിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ തന്നെ ഇസ്ലാം സ്വീകരിച്ച ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മകനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുമ്പോൾ ഉമ്മു സുലൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ മോനാണ്, 10 വയസ്സാണ് പ്രായം, എഴുതാനും വായിക്കാനും അറിയുന്ന ആളാണ്, നല്ല ബുദ്ധിയുള്ളവനാണ്. താങ്കളുടെ എല്ലാവിധ സേവനങ്ങൾക്കും ഏത് കാര്യത്തിലും സഹായത്തിന് വേണ്ടി അനസിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. 10 വയസ്സാണ് അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷക്കാലമാണ് ജീവിച്ചത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ നബിയോടൊപ്പം ചേർന്നു. 20ാമത്തെ വയസ്സ് വരെ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ മാലിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഉമ്മു സുലൈം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അഥവാ ഭാര്യ ഇസ്ലാം സ്വീകരിച്ച വിവരം ഭർത്താവ് അറിയുന്നത് ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ്. അപ്പോൾ ഭാര്യയോട് ചോദിച്ചു, നീ മതം മാറിയല്ലേ? പറഞ്ഞു, ഞാൻ മതം മാറിയതല്ല, ഞാൻ ശരിയായ ഒരു മതം സ്വീകരിച്ചതാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ തമ്മിൽ ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ടായി. മതം ഒഴിവാക്കണമെന്ന് ഉമ്മു സുലൈമിനോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ അതിന് തയ്യാറായില്ല. അധികം താമസിയാതെ മാലിക് എന്ന ഉമ്മു സുലൈമിൻ്റെ ഭർത്താവ് മറ്റൊരു വ്യക്തിയുമായി ഉണ്ടായ ഒരു പോരാട്ടത്തിൽ മരണപ്പെടുകയും ചെയ്തു. ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന ചില പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പിന്നീട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയാണ് അനസ് റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുമ്പോൾ നബിയുടെ അടുക്കൽ കൊണ്ടുപോയി അനസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നതും ഖിദ്മത്തിനെല്ലാ യോഗ്യതയുമുള്ളവനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതുമല്ല. ഉമ്മു സുലൈം മാലിക്കിൻ്റെ മരണത്തിന് ശേഷം അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവരുമായി വിവാഹാലോചന നടത്തി. അപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, നിങ്ങൾ നല്ല യോഗ്യനായൊരു വ്യക്തിയാണ്, പക്ഷേ നിങ്ങൾ ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ട് നിങ്ങളെ സ്വീകരിക്കാൻ എനിക്ക് നിർവാഹമില്ല. നിങ്ങൾ പോലുള്ള ഒരു വ്യക്തിയുടെ വിവാഹാലോചന ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ലാത്ത, അത്രമേൽ യോഗ്യനാണ്. കാരണം വലിയ സമ്പന്നനും എല്ലാ നിലയിലും യോഗ്യനാണ് അബൂ തൽഹത്തുൽ അൻസാരി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ഒരു മഹ്റും ആവശ്യമില്ല, നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടുന്നത്. അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈ 10 വർഷക്കാലം നിരന്തരമായി കഴിച്ചുകൂട്ടിയ ഒരു വ്യക്തിയാണ്. 2200-ലേറെ ഹദീസുകൾ അദ്ദേഹം റിവായത്ത് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുദ്രിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിത കാലഘട്ടത്തിൽ എല്ലാ സമയത്തും അനസ് റളിയല്ലാഹു അൻഹു ഒപ്പം ഉണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു വളർന്നത് 10 വയസ്സിന് ശേഷം നബിയുടെ ഒരു പരിചരണത്തിലും നബിയുടെ തർബിയത്തിലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കണ്ടുപഠിക്കാൻ വളരെ ആഗ്രഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി അനസ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ ഒരു വലിയ കേന്ദ്രമായി മാറി. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ചില താബിഈകളായ പണ്ഡിതന്മാർ പറഞ്ഞു,
ലോകത്തു നിന്നും അറിവിൻ്റെ പകുതിയാണ് ഇന്ന് മരണപ്പെട്ടു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്സനിൻ നാസി ഖുലുഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷമായ സ്വഭാവം അറിയാൻ സാധാരണയായി പറയാറുള്ളത് അനസ് റളിയല്ലാഹുവിൻ്റെ വചനങ്ങളാണ്. കാരണം 10 കൊല്ലം നബിയോടൊപ്പം ജീവിച്ചയാളാണ്. ആ 10 കൊല്ലത്തെ ജീവിതത്തിൻ്റെ അനുഭവം വെച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഹ്സനുൻ നാസി ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതുപോലെ വലാ മസിസ്തു ഹസ്സൻ ഖത്തു വലാ ഹരീറൻ വലാ ഷൈഅൻ അല്യന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയോളം മാർദ്ദവമായ മയമുള്ള ഒന്നും ഞാൻ എൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഞാൻ പട്ടുവസ്ത്രം തൊട്ടു നോക്കിയാലും അതിനേക്കാൾ മാർദ്ദവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ. മാ മസിസ്തു ഹസ്സൻ വലാ ഹരീറൻ വലാ ഷൈഅൻ, ഒന്നും അല്യന മിൻ കഫി റസൂലില്ല. അത്രമേൽ മാർദ്ദവമായിരുന്നു റസൂലിൻ്റെ കരങ്ങൾ എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാം. വലാ ഷമിംതു മിസ്കൻ ഖത്തു വലാ അത്തറൻ, ഞാൻ ഒരു സുഗന്ധ ദ്രവ്യവും മണത്തിയിട്ടില്ല. കാന അത്യബ മിൻ ഇർഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ വിയർപ്പിനോളം സുഗന്ധമുള്ള ഒന്നും ഞാൻ ജീവിതത്തിൽ മണം ആസ്വദിച്ചിട്ടില്ല എന്ന് നബിയോടൊപ്പമുള്ള 10 കൊല്ലത്തിൻ്റെ അനുഭവം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഒരു കാര്യത്തിന് വേണ്ടി അയച്ചു, ഒരു പണി ചെയ്തു വരാൻ വേണ്ടിയിട്ട് അയച്ചു. ഞാൻ ചെറിയ കുട്ടിയാണ്, 10 വയസ്സിൻ്റെ മേലെയുള്ള പ്രായമാണല്ലോ. പോകുന്ന വഴിക്ക് കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാനും അവരുടെ കൂട്ടത്തിൽ കളിക്കാൻ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ തോളിൽ വന്ന് തട്ടുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ ഉനൈസ് അദഹബ്ത ഇലാ ഹൈസു അമർതുക. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസിനെ വിളിച്ചത് എങ്ങനെയാണ്? സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരു വിളിയാണ് ഉനൈസ് എന്നുള്ളത്. യാ ഉനൈസ്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് നീ പോയോ? ഞാൻ ഏൽപ്പിച്ച ജോലി നീ ചെയ്തോ? അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ സമയത്ത് ഏൽപ്പിച്ച ജോലി ചെയ്തിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ പോകാം, ഇനി പോകാം എന്ന് പറഞ്ഞു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് മറുത്തൊന്നും പറഞ്ഞില്ല. നീ പോകണ്ടെന്നോ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലഖദ് ഖദിംതുഹു 10 സിനീൻ, 10 കൊല്ലം ഞാൻ നബിയോടൊപ്പം ഉണ്ടായിരുന്നു. ഫമാ ഖാല ലി ഷൈഇൻ സനഅതുഹു ലിമ സനഅതഹു, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് എന്നോട് ഒരിക്കലും നബി ചോദിച്ചിട്ടേ ഇല്ല. വലാ ലി ഷൈഇൻ തറക്തുഹു ലിമ തറക്തഹു, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നബി പറഞ്ഞിട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തേ നീ അത് ചെയ്തില്ല എന്ന് നബി ചോദിച്ചിട്ടില്ല. ഇങ്ങനെ നബിയോടൊപ്പം ഞാൻ നിന്നു 10 കൊല്ലം. ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ചെയ്തു, ചെയ്യാത്ത കാര്യങ്ങൾ പലതുമുണ്ട്. പക്ഷെ എന്തേ ചെയ്തില്ല എന്നോ എന്തുകൊണ്ട് ചെയ്യാൻ പറയാത്ത കാര്യം ചെയ്തു എന്നോ ഇങ്ങനെ ഒരു ചോദ്യവും ഒന്നും റസൂലിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അഹ്സനുൻ നാസി ഖുലുഖ, മനുഷ്യരിൽ ഏറ്റവും മഹത്തായ സ്വഭാവമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ചില ഹദീസുകളുണ്ട് ഇങ്ങനെ, അസ്ബിഗുൽ വുളൂഅ യസിദ് ഫി ഉംരിക, വുളൂ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ചെയ്താൽ നിന്റെ ആയുസ്സിന് വർധനമുണ്ടാകുമെന്ന് അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസാണ്. മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം, ഇദാ ദഖൽത ബൈതക ഫസല്ലിം, നീ വീട്ടിൽ കയറുമ്പോൾ വീട്ടുകാർക്ക് സലാം പറഞ്ഞിട്ട് കയറണം. അസ്സലാമു അലൈക്കും എന്ന് വീട്ടുകാരോട് പറയണം. അല അഹ്ലി ബൈതിക യക്സുറു ഖൈറു ബൈതിക, നിന്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാവും നീ സലാം പറഞ്ഞിട്ട് കയറിയാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സല്ലിം അലാ മൻ ലഖിയക, നീ കാണുന്നവരോടെല്ലാം സലാം പറയണം. അസ്സലാമു അലൈക്കും കാണുന്നവരോടെല്ലാം പറയണം. മിൻ ഉമ്മത്തി തക്സുറു ഹസനാത്തു, നിന്റെ നന്മകൾ അതനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓരോ സലാമും നന്മയാണ്. നിനക്ക് നന്മകൾ റോഡിലൂടെ നടക്കുമ്പോഴും ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സലാം പറഞ്ഞുകൊണ്ടേ നടന്നാൽ മതി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ബിത് വഅന്ത താഹിറുൻ, നീ ശുദ്ധിയോടുകൂടി കിടന്നുറങ്ങണം. രാത്രി ഉറങ്ങുമ്പോൾ വുളുവൊക്കെ എടുത്ത് ശുദ്ധിയായിട്ട് ഉറങ്ങണം. എന്നാൽ വൈൻ മിത്ത ഷഹീദ, നീ ആ രാത്രിയിൽ മരിക്കുകയാണെങ്കിൽ ഷഹീദായിട്ട് നിനക്ക് മരിക്കാൻ കഴിയും.
മറ്റൊരു വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു പറഞ്ഞു, ഇർഹമിസ് സഗീറ, ചെറിയ കുട്ടികളോട് നീ കരുണ ചെയ്യണം മനസ്സേ. വഖിറിൽ കബീറ, വലിയവരെ നീ ആദരിക്കുകയും വേണം. തക്കുൻ മിൻ റുഫഖാഇ യൗമൽ ഖിയാമ, അങ്ങനെ ചെറിയവരെ സ്നേഹിക്കുകയും അവരോട് കരുണ ചെയ്യുകയും വലിയവരോട് ആദരവൊക്കെ പുലർത്തുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ നീ എൻ്റെ കൂടെ തന്നെ ആയിരിക്കും എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അതുപോലെ മറ്റൊരു സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇൻ ഖദർത അൻ തുംസിയ വതുസ്ബിഹ വലൈസ ഫീ ഖൽബിക ഗിഷ്ഉൻ ലിഅഹദിൻ ഫഫഅൽ, നീ ഓരോ രാത്രിയിലും ഓരോ പ്രഭാതത്തിലും ഓരോ പ്രദോഷത്തിലും ആരോടും ഒരു വെറുപ്പും ആരെക്കുറിച്ചും ഒരു ഇഷ്ടക്കേടും മനസ്സിലില്ലാത്ത രീതിയിൽ നിനക്ക് ഓരോ പ്രഭാതത്തിൽ എഴുന്നേക്കാനും പ്രദോഷത്തിൽ ഉറങ്ങാനും കഴിയുകയാണെങ്കിൽ അത് നീ ചെയ്യണം, അതൊരു നല്ല കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇൻ ഖദർത അൻ തജ്അല മിൻ സ്വലാത്തിക ഫീ ബൈതിക ശൈഅൻ ഫഫഅൽ ഫഇന്നഹു യക്സുറു ഖൈറു ബൈതിക, നിനക്ക് നിന്റെ നമസ്കാരം കുറച്ച് വീട്ടിൽ നമസ്കരിക്കണം. എല്ലാ നമസ്കാരവും പള്ളിയിലാക്കണ്ട. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരമൊക്കെ പള്ളിയിൽ നിസ്കരിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലാ തജാലു ബുയൂതക്കും മഖാബിറ, നിങ്ങൾ വീടുകളെ മഖ്ബറകളാക്കരുത്, ഖബറിടങ്ങളാക്കരുത്. അതുകൊണ്ട് നിങ്ങൾ വീടുകളിൽ നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ ഫർദ് നിസ്കരിക്കണമെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഫർദുകളെല്ലാം മസ്ജിദിൽ ചെന്ന് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അതിൻ്റെ രീതിയും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഫർദുകൾക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ശേഷമുള്ള സുന്നത്ത് നിസ്കാരം എന്ന് പറയുമ്പോൾ നേരെ വീട്ടിൽ ചെന്ന് നമസ്കരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പം വീട്ടിൽ ചെന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകളിലായി അത് അശ്രദ്ധമായി മറന്നു പോകുന്നൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ മസ്ജിദ് തന്നെ നമസ്കരിച്ചിട്ട് പോവുക. ഏതായാലും ദുഹാ നമസ്കാരമുണ്ട്, തഹജ്ജുദ് നമസ്കാരമുണ്ട്. ഇങ്ങനെ നിങ്ങൾ കുറച്ച് നമസ്കാരം വീടുകളിലും നമസ്കരിക്കണം. എല്ലാ നമസ്കാരവും പള്ളിയിലാക്കണ്ട. അങ്ങനെ വീടുകളിൽ നിങ്ങൾ സുന്നത്തുകൾ നമസ്കരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത് ബറക്കത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. വഅക്സിരി സ്വലാത്ത ബില്ലൈലി വന്നഹാർ യുഹിബ്ബുക ഹാഫിളാക, നീ രാത്രിയിലും പകലും ഒക്കെ നമസ്കാരം കൂടുതലായി നമസ്കരിക്കുക. എന്നാൽ നിന്റെ നന്മ തിന്മകൾ എഴുതുന്ന നിന്റെ കൂടെയുള്ള 2 മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾക്ക് നിന്നോട് ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് നീ നമസ്കാരം കൂടുതലായി നിർവഹിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ നീ സ്വലാത്തു ദുഹ എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ മധ്യാഹ്നത്തിലെത്തുന്നവരെയുള്ള ദീർഘമായൊരു സമയത്ത് നമുക്ക് നമസ്കരിക്കാൻ കഴിയുന്ന ഒരു നമസ്കാരമാണ് ദുഹാ നമസ്കാരം. ആ ദുഹാ നമസ്കാരം നിങ്ങൾ നിർവഹിക്കുക. ഇന്നഹു സലാത്തുൽ അവ്വാബീന മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പുള്ള അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയ സദ്വൃത്തരായ നല്ല മനുഷ്യരുടെ സലാത്ത് നമസ്കാരമാണ്, അവരുടെ ശീലമാണ്. അതുകൊണ്ട് നിങ്ങൾ ദുഹാ നമസ്കാരം നിർവഹിക്കുക എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിനോട് സവിശേഷമായി നൽകിയ ഉപദേശങ്ങളിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനെ ദീർഘമായി ഖിദ്മത്തുകൾ ചെയ്തു, സേവനങ്ങൾ ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല സമീപനം അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെ ആയ അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആയും ചെയ്തു. ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഉമ്മു സുലൈമിന്റെ അടുക്കൽ ഉമ്മു സുലൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലഹു, ഇവന് വേണ്ടി നിങ്ങൾ ദുആരക്കണം നബി എന്ന് പറഞ്ഞു. അഥവാ അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അക്സിർ മാലഹു വ വലദഹു, ഈ അനസിന്റെ സമ്പത്തിലും അനസിന്റെ സന്താനങ്ങളിലും ബറക്കത്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 100ഓളം മക്കൾ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നീല അക്സറു അൻസാരി മാലൻ, അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ ഇന്ന് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ കാരണമായി വലിയ സമ്പന്നനാണ് ഞാൻ എന്ന് അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ചെയ്ത ആ ദുആ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായും സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ റസൂലിൻ്റെ സാന്നിധ്യം 10 വർഷക്കാലം അനുഭവിക്കാൻ കഴിഞ്ഞ ആ കാലം നന്നായി ഉപയോഗപ്പെടുത്തിയ അനസ് റളിയല്ലാഹു അൻഹു ശേഷം അബൂബക്കർ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ചില പ്രദേശങ്ങളുടെയൊക്കെ ഭരണപരമായ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി മരണപ്പെടുന്ന അൻസാരിയായ സഹാബി മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് ഉമ്മു സുലൈം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അവര് ഭർത്താവിൻ്റെ അനുവാദം പോലും ചോദിക്കാതെ ഇസ്ലാം സ്വീകരിച്ചവരാണ്. അതിൻ്റെ ഒരു നിലപാടും ആ ധൈര്യമൊക്കെ നമുക്ക് അധികം തന്നെ മനസ്സിലാക്കാൻ പറ്റും.
ആരോടും ചോദിച്ചില്ല. ദീനുൽ ഇസ്ലാം ശരിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആരോടും ആലോചിക്കാതെ സ്വയം തീരുമാനമെടുക്കുകയും അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നടന്ന ശ്രമങ്ങളെയെല്ലാം അതിജയിക്കുകയും ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു തൻ്റേടിയായ സ്ത്രീയാണ്, ധൈര്യമുള്ള ഒരു സ്ത്രീയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. രണ്ടാമത് വിവാഹാലോചന അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ആ മറുപടി നമ്മൾ കേട്ടതാണ്. അതുമാത്രമല്ല, ജിഹാദിലും യുദ്ധങ്ങളിലും അവർ പങ്കെടുത്തിരുന്നു. ഹുനൈൻ യുദ്ധത്തിലൊക്കെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പങ്കെടുത്തിരുന്നു. എന്ന് മാത്രമല്ല, ഹുനൈൻ യുദ്ധത്തിൽ പോകുന്ന സമയത്ത് ചില പ്രത്യേകമായ ആയുധവും കരുതിയിട്ടാണ് അവർ പോയത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഉമ്മു സുലൈം വന്നിരിക്കുന്നത് വെറുതെ അല്ല, തയ്യാറെടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്, ആയുധമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, ഇത് ആയുധം യുദ്ധം ചെയ്യാനുള്ള ആയുധമല്ല, പക്ഷേ ആരെങ്കിലും സ്ത്രീകളുടെ തമ്പിലേക്ക് വന്നാൽ അവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു കരുതലെന്ന രീതിയിൽ ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇങ്ങനെ യുദ്ധവേളകളിൽ മുറിവേറ്റവരെ ചികിത്സിക്കാൻ, മുറിവേറ്റവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് വെള്ളം കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ യുദ്ധത്തിലും അവരാലാവുന്ന സേവനങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നല്ലൊരു ചരിത്രമാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെയും അവരെ ആ നിലയിൽ വളർത്തിയെടുത്ത ഉമ്മയുടെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും മഹത്തുക്കളെ അനുധാവനം ചെയ്യാനും തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.